ഹേ ഗായ്സ്, അപ്പൊ ഞാൻ മെയ്യഴകൻ സിനിമ ഉണ്ടാക്കുവാണ്. അപ്പൊ ഇതിന്റെ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർത്തിക്, അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിയാണ്. പിന്നെ ഇത് നമ്മൾ ഡയറക്ട് ചെയ്തേക്കുന്നത് നോക്കുവാണെങ്കിൽ സി പ്രേംകുമാറിനെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ 96ന്റെ ഡയറക്ടറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതേ ഗായ്സ്, 96ന്റെ ഡയറക്ടറും ഈ പുള്ളി തന്നെയാണ്. പുള്ളിയുടെ മൂവിനെ കുറിച്ച് എടുത്തു നോക്കുമ്പോൾ എല്ലാം ഫീൽ ഗുഡ് ഘടകത്തിൽ പെടുന്ന പടമാണ്. അതിന് 96ഉം നല്ല ഫീൽ ഗുഡ് മൂവി അല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടം. അപ്പൊ ഗൈസ്, പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര പടം എന്ന് പറയില്ലേ, കിടിലൻ ഫീൽ ഗുഡ് പടം. എന്റെ ഫീൽ ഗുഡ് പടത്തിന്റെ ഒരു കാറ്റഗറിയിൽ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന പടം ഏതാന്ന് ചോദിച്ചാൽ അത് മെയ്യഴകൻ തന്നെയാണ്. അത്രയും ഗംഭീര സ്ക്രീൻ പ്ലേയും അത്രയും ഫീൽ ഗുഡ് മൂവിയാണ് എടുത്തു വെച്ചേക്കുന്നത്. രണ്ടുപേരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, നമ്മുടെ കാർത്തി ആണെങ്കിലും അരവിന്ദ് സ്വാമി ആണെങ്കിലും. പക്ഷെ എനിക്ക് എന്റെ ഫേവറേറ്റ്, എനിക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു നടനാണ് കാർത്തി. ഒരു നിഷ്കളങ്കനായ ഒരു വില്ലേജിലെ ഒരാളായിട്ട് അങ്ങ് ജീവിക്കുമായിരുന്നു അങ്ങേര്. കാർത്തി എന്തൊരു അഭിനയമാണെന്നറിയോ, അഭിനയമല്ല സത്യം പറഞ്ഞ കഴിച്ചത്, ജീവിക്കുമായിരുന്നു. അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്തായിരുന്നു ആ റേഞ്ച്, പുള്ളിയുടെ റേഞ്ച് എന്ന്. ഈ പടം പ്യുവർ കോൺവെർസേഷനിലൂടെയാണ് പറഞ്ഞു പോണത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ കോൺവെർസേഷന്റെ ഒപ്പം ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു പിക്ചർ ഇല്ലെങ്കിൽ പോലും ആ കോൺവെർസേഷനിലൂടെ നമുക്ക് ആ ഫീലിംഗ് കിട്ടും. ആ ഒരു സങ്കടമാണെങ്കിൽ സങ്കടം കിട്ടും, സന്തോഷമാണെങ്കിൽ സന്തോഷം കിട്ടും. അതുപോലെ എല്ലാ കാര്യങ്ങളും ആ കോൺവെർസേഷനിൽ കിട്ടും. അങ്ങനെ അത്രയും കൺവിൻസിങ് ആയിട്ട് കോൺവെർസേഷനിൽ ഇത്രയും ഫീലിങ്സ് ഒക്കെ കിട്ടണമെങ്കിൽ അതിനൊരു റേഞ്ച് വേണം. അത് ആ ക്യാരക്ടർ, കാർത്തിയുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി, അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ എക്സ്പ്രഷനിൽ നിന്നും ഫീല് കിട്ടാൻ വേണ്ടി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടത്തില് ഒരു സൈക്കിളിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു ചെരുപ്പിലാണെങ്കിലും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ ചെരുപ്പാണെങ്കിലും ഈ സൈക്കിളാണെങ്കിലും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നാണ് ഈ പടം ഉടനീളം പോകുന്നത് തന്നെ. പടത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുമ്മാ ഇങ്ങനെ പാസം കാണിക്കുമല്ല, ആ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവും കുടുംബ ബന്ധം, അതുപോലെ തന്നെ ഏതാണ് ബാക്കിയുള്ള ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുക. ഈ പടം കാണുമ്പോൾ അതൊക്കെ നമുക്ക് തോന്നും. പിന്നെ എന്താ തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമ്മളെയും കൂടി ആലോചിപ്പിക്കും ഈ പടം. പിന്നെ എനിക്ക് ഈ പടം കണ്ടിട്ട് മനസ്സിലായ വേറൊരു കാര്യമാണ്, നമ്മൾ ഉപയോഗിച്ച് കളയുന്ന എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച് മടുത്തിട്ട് കളയുന്ന സാധനങ്ങൾ വേറൊരാൾക്കാർക്ക് അത് കിട്ടുമ്പോൾ അവരെങ്ങനെ ഉപയോഗപ്രദമാക്കുന്നു, അല്ലെ അവർക്ക് അത് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം, ആ ഒരു ഫീലും ഈ പടം നമ്മൾ കുറെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമുള്ള ഒരു പടമാണ്. ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു കരയണോ എന്നൊരു ഒരു ആനന്ദ കണ്ണീര്, ഒരു ചിരി, നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ഫീല് എല്ലാം ഒരുമിച്ച് കിട്ടാന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് ഈ പടം കാണുമ്പോൾ കിട്ടണേ. ആ ഒരു മാജിക്കൽ ഫീലാണ് ഈ പടം കാണുമ്പോൾ കിട്ടണേ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ട് അവസാനമൊക്കെ ആകുമ്പോൾ ആ ഒരു ഫീലുണ്ട്, എല്ലാം കൂടി നിറഞ്ഞ ഒരു ഫീലുണ്ട്. ആ ഫീല് കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണത്. ഈ പടം തീരുമ്പോൾ നമ്മൾ എണ്ണിച്ച് നിന്ന് നമ്മൾ തന്നെ അറിയാതെ കൈയടിച്ചു പോകും. അത്രയ്ക്കൊരു ഗംഭീര പടം, ഒരു നമ്മുടെ ലൈഫായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പടം. അത്രയും മനസ്സിന് കുളിർമ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ, ഒരു ഡിപ്രഷൻ ഉണ്ടോ, ജസ്റ്റ് ടേക്ക് എ ടിക്കറ്റ് ആൻഡ് വാച്ച് ദിസ് മൂവി. സത്യസന്ധമായിട്ട് പറയാ ഗൈസ്, മാജിക്കൽ മൂവി, മനസ്സിന് കുളിർമ തരുന്ന ഒരു മാജിക്കൽ മൂവി ആയിട്ടാണ് എനിക്ക് ഈ പടം പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയണം, കാർത്തിക്ക് എന്തെങ്കിലും ഒരു അവാർഡ് ഈ ഒരു ഇതിന് കിട്ടണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അമ്മാതിരി ജീവിക്കാറുണ്ട്. നമ്മുടെ കാർത്തിയുടെ ഭാര്യയായിട്ട് തന്നെ ശ്രീദേവി ഉണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് റോൾ ഉള്ളെങ്കിലും നല്ല പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പറയുകയാണ് ഗൈസ്, നിങ്ങൾ ഇത് OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പ്ലീസ് ജസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാജിക്കൽ ഫീല്, അത് നമുക്ക് കിട്ടും. അപ്പൊ ഗൈസ്, അത്രേ ഉള്ളൂ. ബൈ.